വെടിക്കെട്ടിനുള്ള പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്ന ട്രാവലർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. 16 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരം. വീടുകൾ തകർന്നു. വാഹനങ്ങൾ കത്തി നശിച്ചു. സ്ഫോടനമുണ്ടായ വാഹനം മുകളിലേക്ക് ഉയർന്ന് തകർന്നു വീണു. വലിയ കേടുപാടുകളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്കുള്ള വീടുകൾക്കും ഇതേ സമാനമായ രീതിയിൽ തന്നെ വലിയ ഒരു വീടുമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൊച്ചി തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രത്തിന് സമീപം ചൂരക്കാടാണ് അപകടം നടന്നത്. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. പരിക്കേറ്റവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു. ക്ഷേത്രോത്സവത്തിൽ കമ്പത്തിനായി എത്തിച്ച പടക്കമാണ് വാഹനത്തിൽ കൂട്ടത്തോടെ തീപിടിച്ചത്. പാലക്കാട് നിന്ന് കൊണ്ടുവന്ന പടക്കം ടെമ്പോ ട്രാവലറിൽ നിന്ന് ഇറക്കി അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനിടെയായിരുന്നു വൻ സ്ഫോടനം നടന്നത്. ട്രാവലർ ജീവനക്കാരായ 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. സ്ഫോടനാവശിഷ്ടങ്ങൾ 400 മീറ്റർ അകലെ വരെ തെറിച്ചു വീണു. 20ഓളം വീടുകൾക്കാണ് കേടുപാടുകൾ ഉണ്ടായത്. ഒരു 10:30 മണിയോടടുക്കുന്ന സമയത്താണ് വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടത്. തൃപ്പൂണിത്തുറ ഞാൻ നഗരസഭ ഓഫീസിലേക്ക് എത്തുമ്പോൾ അലമാരയിലൊരു അടിക്കുന്ന പോലത്തെ സൗണ്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ആരോ വീണതാണെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ആരും ഇല്ല അവിടെ. അപ്പോഴാണ് അതേ സമയത്ത് തന്നെ എൻ്റെ മോൻ വിളിക്കുകയായിരുന്നു. മോൻ വീട്ടിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടുവെന്നും മുകളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ താഴോട്ട് വീണെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാനിവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെയാണ് സംഭവം നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ സമയത്ത് തന്നെ ഞാനിവിടെ എത്തുകയും ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയാണ് അപകടം ഉണ്ടായെന്ന്. അപകടത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ വരുമ്പോഴാണ്. ഇവിടെ വരുമ്പോൾ അറിഞ്ഞ അവസ്ഥ ഈ വണ്ടിയിൽ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള മരുന്നും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെന്നാണ് ഞാനിവിടെ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. ഇത് തിരുവനന്തപുരത്തുള്ള ഒരു ലൈസൻസ്ഡ് പാർട്ടിയെയാണ് ഈ ഇന്നത്തെ താലപ്പൊലിക്കുള്ള ഈ വെടിക്കെട്ടിനുള്ള ഇത് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അവർ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീടുകളുടെ മേൽക്കൂരകളടക്കം തകർന്നുപോയി. സമീപത്തെ കടകളിലേക്കും തീ പടർന്നു. മലയാളം ടെലിവിഷൻ, കൊച്ചി. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ? മിനാർ ക്രൂയിസ് കൊച്ചിൻ. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര, അതും കൊച്ചിയിൽ. യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും. ബിസിനസ് മീറ്റിംഗ്സ്, ഫാമിലി ഗാദറിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, കോളേജ് ട്രിപ്സ്, അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ. ലൈവ് DJ, ലൈവ് മ്യൂസിക് പെർഫോമൻസ്, മാജിക് ഷോ, മെന്റലിസം പ്രോഗ്രാംസ്. മിനാർ ക്രൂയിസ് കൊച്ചിൻ. ഫോൺ 8089 021 666.
7034 191 993.